ഒന്ന് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. കർത്താവിൻ്റെ ദാസനായിരിക്കുന്ന യാക്കോബിൻ്റെ സഹോദരനും യോഹന്നാൻ, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ അതിപ്രധാനിയായിരിക്കുന്ന യോഹന്നാൻ. ഈ യോഹന്നാൻ എഴുതിയ ഒരു ലേഖനമാണ് ഈ ലേഖനം. 1, 2, 3 ലേഖനങ്ങൾ യോഹന്നാൻ എഴുതിയ ലേഖനങ്ങൾ. ഈ യോഹന്നാനാണ് സുവിശേഷം എഴുതിയത്. ഈ യോഹന്നാനാണ് വെളിപ്പാട് പുസ്തകം എഴുതിയത്. ഇത്രയും പുസ്തകങ്ങൾ നമുക്ക് സംഭാവന ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട യേശുവിൻ്റെ ശിഷ്യനും അപ്പോസ്തലനുമായിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ യോഹന്നാൻ. ഈ യോഹന്നാൻ്റെ അമ്മയുടെ പേര് ശലോമി. ഈ യോഹന്നാൻ്റെ കുലത്തൊഴിൽ മത്സ്യബന്ധനം കൂടെയായിരുന്നു. ഈ യോഹന്നാൻ ഏതാണ്ട് എഫെസോസിൽ AD 89 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നപ്പോൾ എഴുതിയ ഒരു ലേഖനമാണ് എന്ന് നമുക്ക് വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഈ യോഹന്നാൻ എഴുതിയ 1, 2, 3 ലേഖനങ്ങൾ ഞാൻ പറഞ്ഞു. ഈ ലേഖനങ്ങൾ എഴുതാനുള്ള കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. എടുത്ത് വായിക്കാം, പെട്ടെന്ന് വായിക്കാമെങ്കിൽ ഞാൻ ആ വാക്യം തരാം. 2 കാര്യങ്ങളാണ് ഈ ലേഖനങ്ങൾ യോഹന്നാൻ എഴുതാൻ, സുവിശേഷവും എഴുതാനുള്ള കാര്യം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരാം. 20-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം അവസാനത്തെ വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 31. ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ യോഹന്നാൻ തൻ്റെ തൂലിക സഭയ്ക്ക് വേണ്ടി ചലിപ്പിക്കാനുള്ള 2 കാര്യങ്ങൾ വായിച്ചേ. എന്നാൽ യേശു ദൈവപുത്രനെന്ന് 1 യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വസിക്കേണ്ടതിനാണ് ഈ ലേഖനം എന്ത് ചെയ്തിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കുന്നുണ്ടോ? എൻ്റെ ഉണ്ടോ നിങ്ങൾ? 1, ഈ ലേഖനം എഴുതിയിരിക്കുന്നത് യേശു ദൈവപുത്രൻ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞേ വിശ്വസിക്കണം. അതിനാണ്. അതുകൊണ്ടാണ് വായിച്ച കുറിവാക്യത്തിൽ യഹോവയായ ദൈവത്തെക്കുറിച്ച് പറയുന്നത്, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പിതാവ് നൽകിയ സ്നേഹമാണ് യേശുക്രിസ്തു. ഒരാമേൻ പറഞ്ഞേ. പിതാവ് നൽകിയ സ്നേഹമാണ് യേശുക്രിസ്തു. എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന അലീന മോളോട് എനിക്ക് സ്നേഹമുണ്ടെങ്കിൽ, നല്ല സ്നേഹമാണെങ്കിൽ ചിലപ്പോൾ ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ച് കൊടുത്തുന്നിരിക്കും, അല്ലെങ്കിൽ ഒരു പേന വാങ്ങിച്ച് കൊടുത്തുന്നിരിക്കും. എന്താ അതിനർത്ഥം? എൻ്റെ സ്നേഹമാണ്, അകമഴിഞ്ഞ സ്നേഹം. പിതാവിന് നമ്മളോട് ഇതേപോണക്കൊരു സ്നേഹമുണ്ടായി. എന്താണ് പിതാവിന് നമ്മോട് ഇതേപോണക്കൊരു സ്നേഹം? ആ സ്നേഹത്തിൽ നിന്നാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് തന്നത്. ഞാൻ ഈ മോക്കൊരു ഉടുപ്പ് കൊടുക്കുന്നത് പോലെ പിതാവ് നമ്മെ സ്നേഹിച്ചു, നമ്മുടെ മക്കളെ സ്നേഹിച്ചു. വരാൻ പോകുന്ന തലമുറയുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അവരെയും പിതാവ് സ്നേഹിച്ചു. മൺമറഞ്ഞു പോയ പിതാക്കന്മാരെയും മാതാക്കളെയും ദൈവം സ്നേഹിച്ചു. ഈ സ്നേഹത്തിൻ്റെ ഒക്കെ അർത്ഥം, ഈ സ്നേഹത്തിൻ്റെ പ്രതിഫലം, ഈ സ്നേഹത്തിൽ നിന്ന് ഈ കിട്ടിയ ഒരു നന്മയാണ് യേശുക്രിസ്തു. രാമൻ പറഞ്ഞ് ഹല്ലേലൂയ. ഈ 21-ാം ദിവസം ദൈവസന്നിധി ഞാൻ പറയാം, യേശുവിനെ കിട്ടിയതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിടുതൽ. യേശു നമുക്കുള്ളത് കൊണ്ടാണ് നമ്മൾ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്നത്. മൺമറഞ്ഞു പോയ പിതാക്കന്മാരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വീരന്മാരുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് ഇന്നത്തെ പ്രാർത്ഥന കൊണ്ടും നമ്മുടെ പ്രാർത്ഥനാ ശൈലി കൊണ്ടുമല്ല. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പോയ ചില അമ്മച്ചിമാരുണ്ടായിരുന്നു, ചില അപ്പച്ചന്മാരുണ്ടായിരുന്നു. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ, ഈ സഭ ഇന്നും നിലനിൽക്കുന്നത് എൻ്റെ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ ആണെന്ന് എനിക്ക് പറയാൻ അങ്ങ് പറ്റത്തില്ല. കാരണം ഇതിൻ്റെ പുറകിൽ വില കൊടുത്ത ഭക്ത ജനങ്ങൾ വേറെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥനയുടെ ഫലം ദൈവം നമ്മെ നിർത്തിയിരിക്കുമ്പോൾ, ആ സ്നേഹത്തിൽ ക്രിസ്തുവിൻ്റെ, പൗലോസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ആ ചൂടടയാളം നമ്മുടെ മേൽ വീണപ്പോഴാണ് നമുക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ ഇടയായത്. നാം ഇന്ന് എന്തെങ്കിലും കുടിക്കുന്നെങ്കിൽ, എന്തെങ്കിലും കഴിക്കുന്നെങ്കിൽ, എന്തെങ്കിലും അനുഭവിക്കുന്നെങ്കിൽ, നാം ഏതെങ്കിലും പൊസിഷനുകളിൽ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മക്കളായിട്ടുണ്ടെങ്കിൽ, അത് ഒറ്റ ക്രെഡിറ്റേ ഉള്ളൂ, ക്രിസ്തു എന്ന ക്രെഡിറ്റ് മാത്രമാണ്. ആമേൻ.
ഒരു നല്ല ഹല്ലേലൂയ ഞാൻ പ്രതീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കണം പ്രിയരെ, 21 ദിവസം നിങ്ങൾ ആത്മമണ്ഡലത്തിൽ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചു, പുത്രനെ നമുക്ക് ഗിഫ്റ്റ് നൽകി. പ്രൈസ് ദി ലോർഡ്. പുത്രനെ നമുക്ക് തന്നു. ഞാൻ ഈ മോക്ക് ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ഉടുപ്പിൻ്റെ ഉദാഹരണം ഞാൻ എന്തിനാ പറഞ്ഞത് ഇനി ഞാൻ പറയാം. ഞാൻ കൊടുത്ത ഉടുപ്പ് അവൾ ഒരു അലമാരയ്ക്കകത്ത് പൂട്ടി വെക്കില്ല. ഞാൻ കൊടുത്ത ഉടുപ്പ് അവൾ മറ്റൊരാൾക്ക് കൊടുക്കത്തില്ല. പകരം അവൾ അടുത്ത കോളേജിൽ പോകുമ്പോൾ അവൾ ആ ഉടുപ്പ് ധരിക്കും. മർമ്മം മനസ്സിലായെങ്കിൽ സ്തോത്രം ചെയ്യണം. അവൾ ആ ഉടുപ്പ് എന്ത് ചെയ്യും? ധരിക്കും. പിതാവ് നമുക്ക് തന്ന ഗിഫ്റ്റാണ് ക്രിസ്തുവെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ ഞാൻ ക്രിസ്തുവിനെ ധരിക്കുകയാ. ഞാൻ ക്രിസ്തുവിനെ ധരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ചൂടടയാളം എൻ്റെ ശരീരത്തിൽ വരികയാ. ഓർത്തു നോക്കുക, ഞാൻ ഒരാളോട് പറ്റി നിൽക്കുമ്പോൾ ആ വ്യക്തിയുടെ ചൂട് എന്നിലേക്ക് ആവസിക്കുന്നത് പോലെ ഞാൻ ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ ചൂട് അനുഭവിക്കുകയാണ്. ഇതിനാ പൗലോസ് പറഞ്ഞ് ഞാൻ അനുഭവിക്കുന്ന അടയാളം, ചൂടടയാളം, ക്രിസ്തുവിൻ്റെ അടയാളം. അങ്ങനാണെങ്കിൽ ക്രിസ്തുവിൻ്റെ ചൂടടയാളം പ്രാപിച്ച, ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ, ഒരു കോഴി തന്നിട്ടിരിക്കുന്ന മുട്ട പൊരുന്നിറങ്ങണമെങ്കിൽ കുറഞ്ഞ് 21 ദിവസം വേണം. ഇന്ന് 21-ാം ദിവസമാണ്. പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയാം, ഇന്ന് ചിലത് വിരിയുന്ന ദിവസമാണ്. ആമേൻ, ആമേൻ. ഈ വിരിയുന്ന ദിവസമാ. ഈ 21 ദിവസം 20 ദിവസം ചൂട് പിടിച്ച് ഇരുന്ന മുട്ട ആരുടെ ചൂടാണ്? അമ്മ കോഴിയുടെ ചൂട്. ആ മുട്ടയ്ക്ക് മുകളിലിരുന്ന് ചൂടടയാളം പ്രാപിച്ച് ആ മുട്ട 18, 19, 20, 21 ആകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചുണ്ടുപൊട്ടിച്ച് ഇതിന് പുറത്തേക്ക് വരുന്നത് പോലെ ഈ ക്രിസ്തുവിൻ്റെ ചൂടടയാളത്തിനകത്താണ് നീ നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ ആത്മാവിൽ 21-ാം ദിവസം ഞാൻ പറയാ, എല്ലാ കാലവും ഈ തോടിനകത്ത് നിന്നെ ഒതുക്കാൻ പറ്റില്ല. നീ ക്രിസ്തുവിൻ്റെ ചൂടടയാളത്തിനകത്താണ് നിൽക്കുന്നതെങ്കിൽ നീ ഒരു ദിവസം, ആമേൻ, ഇത് പൊട്ടി പുറത്തു വരുന്ന ദിവസമുണ്ട്. അത് ഇന്നാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവർ സ്തോത്രം ചെയ്യണം. ഒന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതി പറയാ, എല്ലാ കാലത്തും നിങ്ങളെ മൂടി വെക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും നിങ്ങളെ തടഞ്ഞു വെക്കാൻ പറ്റില്ല. എല്ലാ കാലത്തും നിങ്ങളെ അപകരിക്കാൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ ചൂട്, ഒരു തള്ളക്കോഴിയുടെ ചൂട് ആ മുട്ടയിലേക്ക് പതിച്ച് മുട്ട പൊട്ടി, ആമൻ, അതിനകത്ത് ജീവൻ വെച്ച്, ഭ്രൂണം വെച്ച്, അതിനകത്ത് ആമ സ്കിന്നു വെച്ച്, തൂവൽ വെച്ച്, നഖം വെച്ച്, ചുണ്ടു വെച്ച്, അതിനകത്ത് കുടല് വെച്ച്, ഹാർട്ട് വെച്ച്, ഒന്നിന് ജീവൻ കൊടുത്ത് 21-ാം ദിവസം പുറത്തു വരുന്നെങ്കിൽ ഇന്ന് രാവിലെ ആത്മാവി പറയാ, കഴിഞ്ഞ 20 ദിവസം നീ അനുഭവിച്ച ഈ ചൂടിനകത്ത് എല്ലാരോടും അല്ല ഇത്. ഇന്ന് രാവിലെ ഏറ്റെടുക്കുന്ന നിന്നോട് മാത്രമാണ്. അടുത്തിരിക്കുന്നവർ മിണ്ടാതിരിക്കുന്നെങ്കിൽ അവിടെ ഇരിക്കട്ടെന്ന്. ഇന്ന് പകൽ ഈ ചൂടടയാളത്തിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടോട് ഞാൻ പറയാ, നിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. നിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. ജോസഫിന്റെ അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയ്ക്ക് യേശുവിനെ പിടിച്ചു വെക്കാൻ 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്ക് ലാസറിനെ പിടിച്ചു വെക്കാൻ 4 ദിവസമേ കഴിഞ്ഞുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി, ഇന്ന് പകൽ ആത്മാവി പറയാ, 3 ദിവസം കഴിഞ്ഞപ്പോൾ ദൂതനിറങ്ങി കല്ലുരുട്ടി നീക്കിയെങ്കിൽ, ആമേ, 4 ദിവസം കഴിഞ്ഞപ്പോൾ യേശു വന്ന് വിളിച്ചവനെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ, ഇന്ന് പകൽ വിശ്വസിക്ക്, എന്റെ വിഷയത്തിന് വിടുതൽ പുറത്തു വരും. എന്റെ വിഷയത്തിൽ ഞാൻ പുറത്തു വരും. ഇന്ന് പകൽക്കാലം നീ അനുഭവിക്കുന്ന വേദനകൾ, നീ അനുഭവിക്കുന്ന കഷ്ടതകൾ ആരോടും പറയാതെ ഹൃദയത്തിനകത്ത് കൊണ്ടു നടക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിനകത്ത് യേശുവിന്റെ ചൂടടയാളം ആത്മാവി സ്വോത്രം ചെയ്യ്. ഓഫ്ലൈനിലും ഓൺലൈനിലും ഇരിക്കുന്നവർ ആത്മമണ്ഡലത്തിൽ സ്വോത്രം ചെയ്യ്. ഇന്ന് രാവിലെ നിങ്ങൾ പുറത്തു വരുന്ന വർഷം, പുറത്തു വരുന്ന ദിവസം, നമുക്ക് സ്വയമേ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. നമ്മൾ കൈയും കാലും ഇട്ടടിച്ചാൽ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റില്ല. പക്ഷെ ഇന്ന് രാവിലെ ആത്മാവി പറയാ, നമ്മെ സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പുത്രന്റെ ചൂടടയാളത്താൽ നാം പുറത്തു വരും.
ആമേൻ, ആമേൻ. എത്ര പേർക്ക് ആത്മാവിൽ നിന്ന് സ്തോത്രം പറയാൻ കഴിയും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ചൂടടയാളത്താൽ പുറത്തു വരും. അപ്പൊ ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഈ ലേഖനം എഴുതാനുള്ള എല്ലാം ഒന്നും പറയാൻ എൻ്റെ മുമ്പിൽ സമയമില്ല ഇന്ന്, എങ്കിലും പറയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞ് ഒരു തൂതൂടെ പറഞ്ഞ് ഞാൻ ഇന്ന് രാവിലത്തെ സെഷൻ അവസാനിപ്പിക്കാം, എൻ്റെ മെസ്സേജ് അവസാനിപ്പിക്കാം. ആമേൻ. അവിടെ ഒന്നുകൂടെ വായിച്ച സിസ്റ്ററെ ആ വാക്യം. എന്നാൽ യേശു ക്രിസ്തു ദൈവപുത്രനായ ക്രിസ്തു എന്ന്. അപ്പൊ അന്ന് ഈ യോഹന്നാൻ ഇത് എഴുതിയത് യേശു ക്രിസ്തു ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കണം. ആരാണ് യേശു ക്രിസ്തു? ദൈവപുത്രൻ. അടുത്തത് എന്തോ ഉണ്ടാകണം. അപ്പൊ ഈ ലേഖനം എഴുതിയതിന്റെ ലക്ഷ്യം എന്തുവാ? ലേഖനം എഴുതിയ ലക്ഷ്യം 66 പുസ്തകം തികയ്ക്കണോ? അതുകൊണ്ട് ആമേൻ കുറച്ച് ലേഖനം കൂടെ അങ്ങ് എഴുതിയേക്കാം എന്നോ ആണോ? അല്ല, സ്തോത്രം. ഞാൻ 4 പുസ്തകം എഴുതിയിട്ടുണ്ട്. 4 പുസ്തകം. അവസാന പുസ്തകം എഴുതി കുറച്ച് കഴിഞ്ഞപ്പോൾ പുസ്തകമെല്ലാം തീർന്ന്, എഴുത്തെല്ലാം തീർന്നു. ഇതെല്ലാം പുസ്തകം ബുക്ക് സ്റ്റാളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. കുമ്പനാട്, തിരുവല്ലയിലൊക്കെ ഭാഗത്ത് നിന്ന് ഞാൻ എഴുതിയ 4 പുസ്തകം വാങ്ങിക്കാൻ കിട്ടും. ഈ അവസാന പുസ്തകം എഴുതിയപ്പോൾ പിന്നെ കുറച്ചുകൂടെ പേപ്പർ വേണം, കുറച്ചുകൂടെ അധ്യായം വേണം. അപ്പോൾ ഞാൻ കുത്തിയിരുന്ന് എഴുതി. മറ്റതൊക്കെ കുത്തിയിരുന്ന് എഴുതിയല്ല, ഓട്ടത്തിൽ കിട്ടിയ കാര്യങ്ങൾ എഴുതിയതാ. ഇത് ഫോറം തികയ്ക്കാൻ വേണ്ടി കുത്തിയിട്ട് എഴുതിയതാ. പക്ഷെ ഈ പുസ്തകം എഴുതിയത് യോഹന്നാന്റെ 3 ലേഖനം എഴുതിയത് ഫോറം തികയ്ക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ പേജ് നിറയ്ക്കാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ 66 പുസ്തകം നിറയ്ക്കാൻ വേണ്ടിയല്ല. ഇതിനകത്ത് ഈ യോഹന്നാൻ ഈ വാക്ക് എഴുതിയത് നിനക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ്. ആമേൻ, ആമേൻ. ശരീരത്തിൽ ജീവന്റെ കാര്യമല്ല ഈ പറഞ്ഞ്, ആന്തരികമായ ജീവൻ, അകത്ത് ജീവൻ. അകത്ത് ജീവനുള്ളവനെ കണ്ടാൽ അറിയാം, അവൻ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. അകത്ത് തുടിപ്പുണ്ടെങ്കിൽ ഒരാമേനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കൈയൊക്കെ ഒന്ന് പൊങ്ങിയെന്നിരിക്കും, ഒന്ന് ആരാധിച്ചെന്നിരിക്കും. കാരണം അകത്ത് തുടിക്കുന്നത് ജീവനാ. എഗസ്കേലിനോട് ഒരിക്കൽ ദൈവം ചോദിച്ചു, ഈ അസ്ഥികൾ ജീവിക്കുമോ? എഗസ്കേൽ നോക്കിയപ്പോൾ കൈ വേറെ, കാല് വേറെ, ആമേൻ, അല്ലിയ നെഞ്ചോരം വേറെ, തല വേറെ. ആമേൻ. താഴ്വരയിൽ അസ്ഥിക്കൂമ്പാരം കൊണ്ട് നിറഞ്ഞു കിടക്കുകയാണ്. എഗസ്കേൽ തൻ്റെ ബുദ്ധി കൊണ്ട് നോക്കിയപ്പോൾ എഗസ്കേലിന് പറയാൻ പറ്റത്തില്ല ഇത് ജീവിക്കുമെന്ന്. കാരണം ജീവിച്ച് എന്ന് പറഞ്ഞാൽ ഇത് ജീവിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു നാണക്കേടാ. അതുകൊണ്ട് എഗസ്കേൽ ബുദ്ധിമാനാ. എഗസ്കേൽ ഒരു കാര്യം പറഞ്ഞു, കർത്താവേ നീ അറിയുന്നു, നീ അറിയുന്നു. പക്ഷേ യേശുവിൻ്റെ ജീവൻ കാറ്റുപോലെ, ദൈവത്തിൻ്റെ ജീവൻ കാറ്റുപോലെ, പരിശുദ്ധാത്മാവാകുന്ന ജീവൻ അസ്ഥിക്കൂമ്പാരങ്ങളിലേക്ക് വ്യാപരിച്ചപ്പോൾ ആ ഭാഗത്ത് ഇങ്ങനെയാ കാണുന്നത്, നിഹിതന്മാർ എഴുന്നേറ്റു നിന്നു. അടുത്തൊരു പദം കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്, വെറും ഒരു എഴുന്നേൽപ്പല്ല, സൈന്യത്തെ പോലെ എഴുന്നേറ്റു. അപ്പൊ ജീവൻ വന്നാലുള്ള ഗുണം എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വന്നാൽ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ മക്കളിൽ വന്നാൽ, ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വന്നാൽ അതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ജീവൻ ഉണ്ടാകും. ഹലോ, ഹലോ. ഇത് 21-ാം ദിവസമാണ്. ഇത്രയും ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടാത്തോണ്ടാ. ആമേ. എങ്കിലും വേണ്ട ചിലതിനകത്തിരിപ്പുണ്ട്. ഞാൻ ദൂത് പറയാം. ആമേൻ. ഇന്ന് പകൽ ആത്മാവി പറയാം, ക്രിസ്തുവിന്റെ ജീവൻ ഉള്ളത് കൊണ്ടാണ് അസ്ഥികൾ എഴുന്നേറ്റത്, ഉണങ്ങിക്കിടന്നത് എഴുന്നേറ്റത്, ബന്ധം വേറിട്ട് കിടന്ന് എഴുന്നേറ്റത്. ഇന്ന് രാവിലെ ആത്മാവി ഞാൻ ദൂത് പറയാ, ഈ ഞായറാഴ്ച പകൽ നിങ്ങളോട് മാത്രമല്ല, ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഞാൻ പറയാ, കഴിഞ്ഞ ചില മാസങ്ങളും നാളുകളും വർഷങ്ങളും ദിവസങ്ങളുമായി ഒരു ബന്ധവുമില്ലാതെ ചിതറിക്കിടക്കുന്ന അസ്ഥിക്കൂമ്പാരത്തിനകത്ത് അങ്ങോട്ട് ജീവൻ വന്നു കഴിയുമ്പോൾ നീ വാഗ്ദാനം ദേശത്തൊരു സൈന്യത്തെ പോലെ നിൽക്കുമെന്ന്. നിന്റെ ചാർച്ചക്കാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, സഭക്കാരുടെ മുമ്പിൽ നീ ഒറ്റപ്പെട്ടു പോകില്ല, നീ പരാജയപ്പെട്ടു പോകില്ല. നീ ഒരു സൈന്യം പോലെ നിൽക്കുമെന്ന്. നിന്നെ കെട്ടിച്ചകച്ച വീട്ടിൽ സൈന്യം പോലെ നിൽക്കുമെന്ന്. നിന്നെ ആക്കി വെച്ച രാജ്യത്ത് നീ ഒരു സൈന്യം പോലെ നിൽക്കുമെന്ന്. ഇന്ന് പകൽ അതേ ജീവനാ നിങ്ങളിൽ വ്യാപരിക്കുന്ന. ആര് ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? ഇത് നിങ്ങളിലേക്ക് വ്യാപരിക്കുക. ഞാൻ നിങ്ങളുടെ തലയെ കൈവയ്ക്കുന്നില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ തലയെ കൈവയ്ക്കുന്നുണ്ട്.
വീട്ടുകൊടുത്ത് ആരാധിക്ക്. ഈ ജീവൻ നിങ്ങളിലേക്ക് വന്നാൽ റിസൾട്ട് ഞാൻ പറയാ, നിന്റെ കൊച്ചിന്റെ മേല വരുന്നെങ്കിൽ കല്യാണം നടക്കും. ജീസസ്. ഈ ജീവൻ നിന്റെ മരുമകളുടെ മേല വരുന്നെങ്കിൽ യൂട്രസിനകത്ത് തലമുറ ഉണ്ടാകും. ഈ ജീവൻ നിന്റെ തലമുറയിലൊക്കെ വരുന്നെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കും. എല്ലാ കാലത്തും യേശുവിനെ അടച്ചു വെക്കാൻ പറ്റില്ല. പുനരുത്ഥാനത്തിന്റെ ജീവൻ, പുനരുത്ഥാനത്തിന്റെ ജീവൻ, 21-ാം ദിവസം യേശുവിന്റെ കല്ലറയിൽ ഇറങ്ങിയ ജീവൻ ഇതിനകത്ത് ആരാധിക്കുന്ന ചിലതിന്റെ മേൽ പ്രസംഗിക്കുന്ന എന്റെ മേൽ. അതുകൊണ്ട് ഞാൻ ധൈര്യത്തോടെ ആരോഗ്യത്തോടെ നിന്ന് പറയുന്നു, ഈ ജീവൻ ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. യേശുവിനെ എല്ലാ കാലവും പിടിച്ചു വെക്കാൻ പറ്റില്ല. നിന്റെ അനുഗ്രഹം എല്ലാ കാലവും പിടിച്ചു വെക്കാൻ പറ്റില്ല. നിന്നിൽ ഉത്ഭവിക്കേണ്ട തലമുറ എല്ലാ കാലവും പിടിച്ചു വെക്കാൻ പറ്റില്ല. നീ അനുഭവിക്കേണ്ട നന്മ എല്ലാ കാലവും തടയാൻ പറ്റില്ല. ഈ ജീവൻ വ്യാപരിച്ച് നീ പുറത്തു വരൂ. ഉടനെ ദൈവാത്മാവ് ഇപ്പോൾ ചിലതിനെ തൊടുന്നുണ്ട്. ചുമ്മാതിരിക്കല്ലേ. ആഴ്ച ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ, എന്നിട്ട് ചുമ്മാതിരിക്കല്ലേ. നിന്റെ തലമുറ പിടിപ്പിക്കപ്പെടാ, നിന്റെ കുടുംബം പിടിപ്പിക്കപ്പെടാ. ഈ ജീവൻ കൊതിക്കുന്നവർ ആരാധിക്ക്. എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. വിദ്യാഭ്യാസത്തിന്റെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. ബുദ്ധി മണ്ഡലങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. ബെഡിൽ കിടക്കുന്ന രോഗികളുടെ മേൽ ജീവൻ വ്യാപരിക്കട്ടെ. എവിടെയോ പിശാച് പിടിച്ചു കെട്ടിയ നിന്റെ ഫിനാൻഷ്യൽ മേഖലകളിൽ ഈ ജീവൻ വ്യാപരിക്കട്ടെ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പ്രവചിക്കുകയാ, നിങ്ങളുടെ ഞരമ്പുകളിൽ ജീവൻ വെക്കുന്നു. എവിടെയോ ബ്ലോക്കായി കിടക്കുന്ന രക്തയോട്ടത്തെ തടയുന്ന അവിടെ ദൈവ ആ ബ്ലോക്ക് മാറ്റുന്നു. അത് നിന്റെ ഹാർട്ടിലാകാം, ലിവറിലാകാം, കിഡ്നിയിലാകാം, നിന്റെ കാലിലാകാം. ഇന്ന് പകൽ ജീവൻ 21-ാം ദിവസം ഞാൻ പ്രവചിക്കുകയാ. അടകമനമനഘടക വർഷങ്ങളായി നിന്നെ ബന്ധിച്ചത്, ഒരു ജോലിക്ക് പോകാൻ പറ്റാതെ ബന്ധിച്ചത്, നിന്റെ വീടിനകത്ത് നിന്നെ ഇട്ട് ഉറക്കിയ ബന്ധനങ്ങൾ, നിന്നെ അടച്ചു വെച്ച ബന്ധനങ്ങൾ, നീ ആഗ്രഹിച്ചിട്ട് കൊട്ടിയിട്ട് മുട്ടിയിട്ട് തുറക്കപ്പെടാതെ മാസങ്ങളും വർഷങ്ങളും നിന്റെ കൊച്ചിനെ അലച്ച ആ വിഷയത്തിനകത്ത് ഇപ്പോൾ ജീവൻ വ്യാപരിക്കട്ടെ. ആ ചൂട് ദൂരെയായിരിക്കുന്നതിന്റെ തലമുറയുടെ മേൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അമേരിക്ക, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ചെതറിക്കിടക്കുന്നതിന്റെ തലമുറയുടെ മേൽ ഈ ജീവൻ വ്യാപരിക്കട്ടെ. കഴിഞ്ഞ 20 ദിവസങ്ങൾ രാവിലെയും വൈകിട്ടും 1 മണിക്കൂർ 1.5 മണിക്കൂർ ഒക്കെ ഇവിടെ ഇരുന്ന് പ്രസംഗിച്ചത് ആ ജീവൻ ശരീരത്തിലുള്ളത് കൊണ്ടാ. മാനുഷിക അർത്ഥത്തിലാണെങ്കിൽ താഴെ പോവും. ഞാൻ ആ ജീവനെ ഇന്ന് പകൽ പ്രസംഗിക്കുന്നേ. ആമേൻ, ആമേൻ. ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുമെന്ന്? ഈ അസ്ഥി ജീവിക്കണമെങ്കിൽ കാറ്റടിക്കണം. ഇസ്രായേൽ എന്ന ഈ അസ്ഥി ഇങ്ങനെ കിടക്കാൻ കാരണം വലിയ പോരാട്ടങ്ങളുടെ മുമ്പിലാ.
വലിയ ബന്ധനങ്ങൾ അവർ അനുഭവിച്ചത് കൊണ്ടാ വേറിട്ട് പോയത്, ബന്ധം വേറിട്ട് കിടന്നത്. 21 ദിവസം ദൈവസഭയ്ക്കകത്ത് ഞാൻ ദൂത് പറയട്ടെ, പിശാച് നിന്റെ ബന്ധത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഒന്നിനോടൊന്ന് യോജിക്കാതെ, ഒന്നിനോടൊന്ന് അടുക്കാതെ ചിതറിപ്പിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ കൂട് ഈ കാറ്റു വീശി അതിനെ ദൈവം പൊളിക്കാൻ പോകുകയാ. ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് കയറി നിന്നോ, നിനക്ക് വിടുതല. ഇതിന് പുറത്താണെങ്കിൽ നീ വില കൊടുക്കേണ്ടി വരും. ജീവൻ വ്യാപരിക്കണം. ദൈവസഭയ്ക്കകത്ത് എന്തോ വേണം? ജീവൻ വേണം. ഒരിക്കൽ സൈന്യം പോലെ നിന്നതാ, ഇപ്പൊ ചത്ത് ബന്ധം വേറിട്ടടക്കുക. ഞരമ്പില്ല, മാംസമില്ല, ചോരയില്ല. ചോര ഇല്ല. നമ്മൾ പറയല്ലേ കണ്ണി ചോരയില്ല ചോദിക്കാല്ലേ എന്ന് പറഞ്ഞാൽ എന്തോ അർത്ഥം? തുറച്ചു നോക്കല്ലേ. കണ്ണി ചോരയില്ലെന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? നിനക്കൊരു സ്നേഹമില്ലയോടാ, ഒരു മനസാക്ഷിയില്ലേ? ഇവിടെ ഇപ്പൊ എന്തില്ല? ചോരയില്ല, ഞരമ്പില്ല. ഒറ്റ കാറ്റങ്ങോട്ട് വീശിയപ്പോ, ഒറ്റ കാറ്റങ്ങോട്ട് വീശിയപ്പോ അതിനകത്തുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, കരയുന്ന ചിലതുണ്ടല്ലോ. ഇതാ കേക്ക്, പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് ഇങ്ങനെ ദുഃഖിക്കുക, ഒന്ന് ഇറങ്ങി വരാൻ ആഗ്രഹിച്ചിട്ട്. ഈ ജീവൻ ഒന്ന് വ്യാപരിക്കാനായിട്ട് എന്തോ ചെയ്യുക? ദുഃഖിക്കുക. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ കേറി വരും. അതുകൊണ്ടാണ് വെളിപ്പാട്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെയും അവൻ എന്നോട് കൂടെയും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നീ തുറന്നു കൊടുത്താൽ നിന്റെ അത്താഴം എന്ത് ചെയ്യത്തില്ല? മുടങ്ങത്തില്ല. അത്താഴം മുടങ്ങുന്നുണ്ടെങ്കിൽ പുള്ളി പുറത്താണെന്ന് ചിന്തിച്ചോണം. അത്താഴവേ മുടങ്ങുന്നുണ്ടെങ്കിൽ പുള്ളി എവിടാ? പുറത്താ. പക്ഷെ മുട്ടുന്നുണ്ട്. ഈ 40 തുറന്നു കൊടുക്കണം. രാമൻ പറ, ഈ 40 എന്ത് ചെയ്യണം? തുറന്ന് എന്ത് ചെയ്യണം? കൊടുക്കണം. വേണേ തുറക്കട്ടെന്നല്ല, കർത്താവ് അങ്ങനെ തുറക്കത്തൊന്നുമില്ല, മുട്ടിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. നീ തുറന്നു കൊടുത്ത ചാടി അകത്ത് കയറും. ചാടി അകത്ത് കയറിയാൽ അവനുള്ളതെല്ലാം നമുക്ക് തരും, നമുക്കുള്ളതെല്ലാം അവന് കൊടുക്കും. നമുക്ക് എന്തോ ഉണ്ട് കൊടുക്കാൻ? എന്നാ ഉണ്ടോ ബൈജു ബ്രദറെ? എല്ലാം ഉണ്ടോ? പക്ഷെ അവനുള്ളതെല്ലാം തരും. സകല പുരാതന സമ്പത്ത് മുഴുവനും അവന്റെ കൈവെള്ളക്കകത്തിരിക്കുകയാ. തരുമെന്നേ, തരുമെന്ന്. ഈ പരാതി പറഞ്ഞ് നടക്കേണ്ട സമയം കഴിയും. ഞാനും നിങ്ങൾ ഈ പരാതി പറഞ്ഞ് നടക്കുന്നില്ലേ, ആ സീസൺ മാറാൻ പോവാ. തരും. അവന്റെ ഉള്ളം കയ്യിലുണ്ട്. ഇന്ന് രാവിലെ ആത്മ നിറവിൽ ഞാൻ പറയാം, അത് തരാനാ ദൈവം ഈ ദിവസങ്ങളിൽ വെമ്പൽ കൊള്ളുന്നേ. തുറന്നൊന്ന് കൊടുത്താൽ മതി, തുറന്നു കൊടുത്താൽ മതി. അതിന്റെ ഗുണം അറിയാവുന്നത് കൊണ്ടാണ് ഇൻസുലിനും 5-6 ഗുളിയെ നിർത്തിയിട്ട് ഇവിടെ കുത്തിയിരിക്കുന്നത്. കാരണം ഇന്നലകളിൽ ഇവിടെ വരെ എത്തിച്ചത് ഈ കുത്തിയിരിപ്പാ. തരും, ഉറപ്പുണ്ടോ? അപ്പൊ എന്തോ കിട്ടും? ജീവൻ കിട്ടും. ഇനി ഒരു വാക്യം കൂടെ. ആമേൻ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് എഴുതാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഒന്ന്, ക്രിസ്തു ദൈവപുത്രൻ ക്രിസ്തുവാണ്, നമ്മളെ എന്ത് ചെയ്യണം? വിശ്വസിപ്പിക്കണം. അത് വിശ്വസിക്കാത്തവരുള്ളത് കൊണ്ടാ, അത് വിശ്വസിക്കാത്തവരുള്ളത് കൊണ്ടാ. അത് നമ്മുടെ കുഴപ്പമല്ല. പത്രോസിന് പോലും ഒരു സമയത്ത് വിശ്വാസം ഉണ്ടായില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് ആണ്ട് ഭൂതം വരുന്നത്. പത്രോസ് എന്തോ പറഞ്ഞു? രാവിലെ 4 യാമത്തിൽ ഒരുത്തും വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നീള കുപ്പായിട്ട് വരുന്നു പറഞ്ഞു. ഒന്നാമത് അണ്ണന്മാരെല്ലാം പേടിച്ച് നീക്കുക. അതിനിടയ്ക്ക് ഈ കാറ്റിന്റെ ഇടയ്ക്കൂടെ ഒരു വ്യക്തി ഇങ്ങനെ വന്നപ്പോൾ
പത്രോസിന് പോലും അറിവ് കിട്ടിയില്ല. പത്രോസ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ ക്രിസ്തുവെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ എന്ത് ചെയ്യട്ടെ? അടയാളം ചോദിക്കുക. പണ്ട് ഗിദെയോൻ ചോദിച്ചില്ല അടയാളം. ഗിദെയോനോട് ദൈവം വലിയൊരു പർപ്പസിന് വേണ്ടി, മിനിസ്ട്രിയുടെ വലിയൊരു അടുത്ത ഒരു ഗ്രേഡ് പുതുക്കാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ഗിദെയോൻ അത് വലിയ വിശ്വാസം വരുന്നില്ല. അപ്പൊ ഗിദെയോൻ പറഞ്ഞൊരു കാര്യമാണ്, അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു തോലെടുത്ത് ഞാൻ വെളിയിലിടും. നാളെ നേരം വെളുക്കുമ്പോൾ തോലിന് ചുറ്റും നനയരുത്, തോല് മാത്രം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ പദ്ധതി നോക്കണം. ദൈവം നമ്മളെക്കാൾ ക്ഷമാശീലനാ. എനിക്കത്ര ക്ഷമയില്ല. ദൈവത്തിന്റെ ക്ഷമ നോക്കിക്കേ. ദൈവത്തെ ചോദ്യം ചെയ്യും. എന്നോടാണ് ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ പറയും, പോയി പണിയൊക്കെടാ, വേറെ ആളിനെ കിട്ടുമെന്ന് പറയും. പക്ഷെ ദൈവത്തിന് ഗിദെയോനെ വേണം. അതിന് ദൈവം താഴാൻ റെഡിയാ. അങ്ങനെ താണോണ്ടല്ലേ ക്രിസ്തു ഇവിടെ വന്നേ. ഒരു ഗിദെയോന്റെ മുമ്പിൽ താണ ദൈവം. ഒരു പരാക്രമശാലിയുടെ മുമ്പിൽ താണ ദൈവം എന്റെയും നിന്റെയും മുമ്പിൽ ഇന്നും താഴാൻ റെഡിയാ. എന്തിനാണെന്നറിയാമോ? അങ്ങ് കൊണ്ടുപോകാൻ. എന്റെ കൂടെ വാ, നിങ്ങൾ എന്റെ കൂടെ വാ. അങ്ങ് ദൈവം താഴാൻ റെഡിയാ. ഗിദെയോന്റെ മുമ്പിൽ ദൈവം താണു. ഞാൻ ആ വാക്യം വായിച്ചിട്ട് എന്റെ കണ്ണ് ഈർന്നണിഞ്ഞു. കാരണം ദൈവത്തിന് അങ്ങനെ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം പറഞ്ഞു, ശരി, നിന്റെ അങ്ങനെ ആണെങ്കിൽ നീ അങ്ങനെ ആകട്ടെ, നീ കൊണ്ടിട്ട് തോല് കൊണ്ടിട്ടു. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കിണ്ടി വെള്ളം എന്ത് ചെയ്തു? കിട്ടി, പിഴിഞ്ഞെടുത്തപ്പോ. അതുകൊണ്ട് ഈ പുള്ളി ദൈവത്തിന് കീഴടങ്ങണ്ടേ? അവന്റെ അഹങ്കാരം പിന്നെയും വർദ്ധിച്ചു. ദൈവം വീണ്ടും താണു. കാരണം ദൈവത്തിന് ഇവനെ വേണം. ചില സാഹചര്യങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി താണതുകൊണ്ടാ ഇന്ന് ഇവിടെ നല്ല വസ്ത്രം ധരിച്ച് നല്ല കാറിൽ യാത്ര ചെയ്ത് ഒരാമേൻ പറ. നമ്മുടെ മിടുക്ക്, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ കുടുംബ പശ്ചാത്തലം നോക്കിയാൽ നമ്മൾ എവിടെ കിടക്കേണ്ടതാ, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ക്രിസ്തു എൻ്റെ റന്നിയുടെ മുമ്പിൽ താണതുകൊണ്ടാ. അതിനാ വേദപുസ്തകം പറയുന്നത്, സ്വർഗ ഉന്നതികളെ വെടിഞ്ഞ് താണഭൂമിയിൽ വന്ന മനുഷ്യ സാദൃശ്യനായി. ജീസസ്. ഇന്ന് രാവിലെ 21-ാം ദിവസം ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാ, നീ വലിയ ആളാന്ന് പറഞ്ഞ് നടന്നില്ലേ, കർത്താവ് നിന്റെ മുമ്പിൽ താണു നിന്നു. കർത്താവ് താണില്ലെങ്കിൽ മൂക്കി പഞ്ഞി വെച്ച് ആ മേളത്തെ ആ വലിയ വീട്ടിൽ കിടക്കേണ്ടി വരും. കർത്താവ് താണത് കൊണ്ടാ ഞാൻ ഈ പകൽ ഇവിടെ നിൽക്കുന്നേ. എന്നോട് പിണക്കമില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഗിദെയോൻ പിന്നെ പറയുക, എന്നെ നീ ഉപയോഗിക്കുന്നെങ്കിൽ, എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഒരു കാര്യം കൂടെ നീ ചെയ്യണം. എന്നാ പറ. ഞാൻ ആ തോല് ഒന്നുകൂടിടും. പക്ഷേ അത് നനയരുത്. അതിന് ചുറ്റും എന്ത് ചെയ്യണം? തമ്പുരാൻ പറഞ്ഞു, നിന്നെ എന്റെ കൈ കിട്ടാനല്ലേ, ചെയ്തു തന്നേക്കാം. ഹലോ ഇന്ന് രാവിലെ ആത്മനിറവിൽ ഇങ്ങനെ ഞാൻ പറയാം, നീ അനുഗ്രഹിക്കപ്പെടണമെന്ന് ദൈവം നിന്നേക്കാൾ കൂടുതൽ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കൊരാഗ്രഹമില്ലേ ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന്? എനിക്കൊരാഗ്രഹമില്ല ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്ന്? ഞാൻ ഏത് മേഖല വരെ എത്തണമെന്ന്? ഇവിടെ കുറെ ബോക്സ് ഇരിപ്പുണ്ടല്ലോ, അതിനകത്ത് പ്രാർത്ഥനാ വിഷയങ്ങളില്ലേ, നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. എൻ്റെ ബൈബിളിനകത്ത് കുറെ പ്രാർത്ഥനാ വിഷയം ഇരിപ്പുണ്ട്. അതെൻ്റെ ആഗ്രഹമാണ്. പക്ഷെ സഭയോട് ഞാൻ പറയാം, ഞാൻ എങ്ങനെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ ദൈവത്തിന് ഞാൻ ഇന്നതാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ അവന്റെ കയ്യിൽ എത്തുന്നിടം വരെ ഗിദെയോനെ അടയാളം ഞാൻ ചെയ്യും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ നന്മയ്ക്കായി, ഒരുമിച്ച് പറ,
നന്മയ്ക്കായി ഒരടയാളം ചെയ്യണമേ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞെടുക്കാൻ കഴിയും? ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ചില വീടിനകത്ത് നന്മയ്ക്കായി ഒരടയാളം വെളിപ്പെടും. അത് തിന്മയ്ക്കല്ല പ്രിയരെ, നന്മയ്ക്ക്. നിനക്ക് തിന്മയെന്ന് തോന്നിയേക്കാം. നോ, എന്റെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല. കൊണ്ടറുക്കാൻ പറഞ്ഞേക്കാം, പക്ഷെ അറുക്കാനല്ല. വിശ്വസിക്കുന്ന സ്വത്രം പറഞ്ഞാട്ടെ. ഞാൻ ഭയങ്കര ഒരു സാന്നിധ്യത്തിൽ നിൽക്കുക. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഫ്രണ്ട് മുതൽ അങ്ങേ അറ്റം വരെ പ്രാർത്ഥിച്ചോ. ലൈവ് ഇരിക്കുന്നത് പ്രാർത്ഥിച്ചോ. ഒരു അടയാളം 2026 ജൂലൈ മാസം നീ കാണും.